എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് ഒരു ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സഹോദരനുമായി ഒരു ചെറിയ സംസാരമുണ്ടായി. അത് മദ്യപാനത്തെക്കുറിച്ചുള്ള സംസാരമായിരുന്നു. അദ്ദേഹം കാത്തലിക്കിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ്. രക്ഷിക്കപ്പെട്ടോ എന്നെനിക്കറിയില്ല. ഇപ്പോൾ ഏത് സഭയിലാണ് പോകുന്നത് എന്ന കാര്യവും എനിക്ക് വ്യക്തമല്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കാത്തലിക് ആണ് എന്ന കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളോ ആരും തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം മാത്രമാണ് രക്ഷിക്കപ്പെട്ട ദൈവസഭയിൽ പോകുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ വളരെ ഗൗരവമായി സംസാരിക്കേണ്ടി വന്ന വിഷയം മദ്യപാനത്തെക്കുറിച്ചാണ്. അദ്ദേഹം അതിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഒരുപാട് മദ്യപാനികളെ മദ്യപാനത്തിൽ നിന്ന് പുറകോട്ട് മാറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹം താമസിക്കുന്ന ഇടത്ത് അത്തരത്തിലുള്ള മദ്യപാനികളുണ്ട് എന്നും അവരുടെ കൂടെ ചെന്നിരുന്നിട്ട് ഒരു പെഗ് ഇദ്ദേഹം കഴിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു പെഗ് അദ്ദേഹം കഴിച്ചിട്ട് അവരെ ഉപദേശിക്കും, ഇങ്ങനെ മദ്യപിക്കരുത്, നിങ്ങൾ ഇതിന്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് ഒന്നിലാക്കി നിർത്തണം, അപ്പോൾ അത് പാപമല്ല എന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഉച്ചയ്ക്ക് എനിക്ക് മറ്റൊരു വീഡിയോ കേൾക്കേണ്ടുന്ന അവസരമുണ്ടായി. അപ്പോൾ ആ വീഡിയോ കേൾക്കേണ്ടുന്ന അവസരം ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊരു ചെറിയ അറിവ് അന്നുണ്ടായിരുന്നു. വളരെ നാളുകൾക്ക് മുമ്പ് എന്റെ യൂട്യൂബ് വീഡിയോസ് കണ്ട് അനേകം കാത്തലിക്സ് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിൽ ചിലർ എന്നോട് വളരെ സൗഹൃദപരമായി ഇടപെടുകയും അവരുമായി ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ പള്ളിയിൽ ഇവര് പറയുന്ന ഈ അച്ഛന്മാരടക്കം ഇവരൊക്കെ പല കൂട്ടായ്മകളിലും ഒരുമിച്ച് മദ്യം ഉപയോഗിക്കാറുണ്ട് എന്നും സഹോദരന്മാരും സഹോദരിമാരും ഒരുപോലെ മദ്യം ഉപയോഗിക്കാറുണ്ട് എന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ എനിക്കിത് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? തിരുവചനത്തിൽ വളരെ വ്യക്തമായി മദ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് എന്നതെന്നെ ആശങ്കപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ ദിവസം രക്ഷിക്കപ്പെട്ടു എന്ന അവകാശം പറയുന്ന സഹോദരൻ ഒരു പെഗ് കഴിക്കുന്നതിൽ യാതൊരു പാപവും ഇല്ല എന്നും അതിലധികം കഴിച്ചാൽ പ്രശ്നമുണ്ട് എന്നും പറഞ്ഞപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഗൗരവമായി ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുവാൻ ആരംഭിച്ചു. അതിൽ ഒരച്ഛൻ അന്ന് രാവിലെ ഞാൻ മറ്റൊരു പ്രസംഗം കേട്ടിരുന്നു. അതൊരു അച്ഛന്റെ പ്രസംഗമാണ്. ആ പ്രസംഗം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. പ്രസംഗമല്ല, അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്. അതിൽ അദ്ദേഹം പറയുന്നത് 3 പെഗ് വരെ കുഴപ്പമില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, രക്ഷിക്കപ്പെട്ടു എന്ന അവകാശം പറഞ്ഞിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത് ഒരു പെഗ്ഗേ കഴിക്കാവൂ, അതിൽ കൂടുതൽ കഴിച്ചാൽ അത് പാപമാണ്. എന്നാൽ ഈ അച്ഛൻ പറയുന്നത് 3 പെഗ് വരെ ആകാം എന്നാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. മദ്യപിക്കുന്നത് പാപമാണോ? ഞാൻ ഫാദർ എഡ്വേർഡ് ജോർജ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, സന്തുല ട്രസ്റ്റ് ഹോസ്പിറ്റൽ, കൂത്താട്ടുകുളം. നമ്മുടെ നാട്ടിൽ ഏറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മദ്യപിക്കുന്നത് പാപമാണോ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എത്ര പെഗ് അടിക്കാം? മദ്യപാനം പാപമാണെന്ന വിചാരം എനിക്കില്ല. മദ്യപിക്കുന്നത് ചിലപ്പോഴെല്ലാം രോഗമാണെന്നുള്ള നിലപാടാണ് എനിക്കുള്ളത്. സാധാരണ ആളുകൾ വല്ലപ്പോഴും ഒരു പെഗ് അടിക്കുന്നത് ഒരു കുഴപ്പം ഉണ്ടാക്കാറില്ല. അവരുടെ ശരീരത്തിനോ അവരുടെ മനസ്സിനോ അവരുടെ കുടുംബത്തിനോ അവരുടെ തൊഴിലിനോ അവരുടെ സാമൂഹ്യ ജീവിതത്തിനോ ഒന്നും ഒരു പ്രശ്നവും ഉണ്ടാകാത്ത വിധം വല്ലപ്പോഴും ഒരു പെഗ് 2 പെഗോ കുടിക്കുന്നത് ഒരു പ്രശ്നമായി കാണേണ്ടതില്ല. പക്ഷേ അമിത മദ്യപാനം, അതാണ് പ്രശ്നം, അതാണ് രോഗം. ലോകാരോഗ്യ സംഘടന പറയുന്നു, ഒരാൾക്ക് പൂർണ്ണ ആരോഗ്യവാനായ ഒരു പുരുഷന് 3 ഡ്രിങ്ക് വരെ കുടിക്കാമെന്ന്. ഒരു ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ 30 മില്ലിയാണ്. അതായത് 3 ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ 90 മില്ലി വരെ ആൽക്കഹോൾ ഒരാൾ 24 മണിക്കൂറിനുള്ളിൽ കുടിക്കുന്നത് അക്സെപ്റ്റബിൾ ആണ് എന്നാണ്, ആരോഗ്യപരമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. പൂർണ്ണ ആരോഗ്യവതിയായ ഒരു സ്ത്രീ പക്ഷേ 2 ഡ്രിങ്ക്
വരെയേ കുടിക്കാൻ പാടുള്ളൂ എന്നാണ് വൈദ്യശാസ്ത്ര വിദഗ്ധരുടെ നിഗമനം. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരാള് എന്നോട് പറഞ്ഞു, ഞാൻ മദ്യത്തിന് അടിമയല്ല, എനിക്ക് മദ്യപിച്ചാൽ നാക്ക് കുഴയുന്നില്ല, മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചിട്ട് അപകടം വരുന്നില്ല, ഞാൻ 20 കിലോമീറ്റർ ദൂരം ഇപ്പോൾ വാഹനം ഓടിച്ച് ഇവിടെ എത്തിയത് 12 പെഗ് കുടിച്ചിട്ടാണ്. എൻ്റെ കാല് നിലത്തുറയ്ക്കുന്നുണ്ട്, എൻ്റെ സംസാരം വലിയ രീതിയിലൊന്നും കുഴയുന്നില്ല, എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ടും എൻ്റെ മാതാപിതാക്കൾ പറയുന്നു ഞാൻ മദ്യത്തിന് അടിമയാണ് എന്ന്. ഇതാണ് സത്യം. 3 പെഗ്ഗിലധികം കുടിക്കാൻ സാധിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങൾ കുടിക്കാൻ അർഹരല്ല. നിങ്ങൾക്ക് കുടിക്കാനുള്ള ശാരീരിക മാനസിക പക്വതയില്ല. എല്ലാ മനുഷ്യരും കുടിക്കുമെങ്കിലും സാധാരണഗതിയിൽ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ എത്ര ശ്രമിച്ചാലും 3 പെഗ്ഗിലധികം കുടിക്കാൻ സാധിക്കില്ല. 3 പെഗ് ആവുമ്പോഴേക്കും അവരുടെ ശരീരം അതിനോട് പ്രതികരിച്ച് ഒന്നുകിൽ അവർ ബോധം കെട്ടുപോകും, ഇല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തുടങ്ങും. നമ്മുടെ ശരീരത്തിന് 3 പെഗ്ഗിലധികം ഉൾക്കൊള്ളാതിരിക്കാൻ, ശരീരം സ്വീകരിക്കാതിരിക്കാനുള്ള മെക്കാനിസം നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക്, 100 പേരിൽ 25 പേര് വരെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആയി പോകാം. എങ്ങനെ? മദ്യപിച്ചാൽ തുടർച്ചയായി മദ്യപിച്ചുകൊണ്ടേയിരിക്കും. 3, 4, 5, 6, 7 എന്നിങ്ങനെ എത്ര അധികം കുടിക്കാൻ പറ്റുമോ അത്രയധികം അവർ കുടിക്കും. ഈ അവസ്ഥ രോഗാവസ്ഥയാണ്. അതായത് 3 പെഗ് ആവുമ്പോഴേക്കെങ്കിലും നമ്മുടെ ശരീരം മദ്യത്തെ റിജക്റ്റ് ചെയ്ത് മദ്യം ഉപയോഗിക്കാനാവാത്ത അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആ അവസ്ഥയാണ് മദ്യാസക്ത രോഗം എന്ന് പറയുന്നത്. ഇതൊരു രോഗമാണ്, എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അമിതമായി മദ്യം ഉപയോഗിക്കാനുള്ള കപ്പാസിറ്റി ഒരാൾക്ക് ലഭ്യമാകുന്ന അവസ്ഥയെയാണ് മദ്യാസക്തി എന്ന രോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ചികിത്സയുടെ ആവശ്യം. വല്ലപ്പോഴും 1, 1.5 മാക്സിമം പോയ 2 വരെ പെഗ് അടിക്കുന്നവർക്ക് മദ്യാസക്തി എന്ന രോഗവുമില്ല, അവരുടെ മദ്യപാനം പാപവുമല്ല. പക്ഷേ സ്വന്തം ശരീരത്തെ, സ്വന്തം മനസ്സിനെ, സ്വന്തം തൊഴിലിനെ, സ്വന്തം കുടുംബത്തെ ബുദ്ധിമുട്ടിക്കുന്ന വിധത്തിൽ 3 പെഗ്ഗിലധികം മദ്യം ദിവസവും ഉപയോഗിക്കുമ്പോൾ, അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോഴെല്ലാം അമിതമായി മദ്യപിക്കുമ്പോൾ അത് രോഗമാണ്. ചികിത്സ തേടേണ്ട ഒരു ചികിത്സ അർഹിക്കുന്ന ഒരു രോഗിയാണ് അയാൾ. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ രോഗചികിത്സ തേടണം. തീർച്ചയായിട്ടും ഈ രോഗവിമുക്തി കൊണ്ട് മാത്രമേ അവർക്കൊരു സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. എത്രയെന്ന് ചോദിച്ചാൽ പാർഷ്യലി അത് കറക്റ്റാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഒരാൾ 3 പെഗ്ഗേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കാണ്. അതിന്റെ കീഴിൽ ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ച അച്ഛനെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കൽ സൈഡിൽ സംസാരിക്കുമ്പോൾ ദാറ്റ് ക്യാൻ ബി റൈറ്റ്. പക്ഷേ സ്പിരിച്വലി നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥം WHO പഠന ഗ്രന്ഥങ്ങളല്ല. ആത്മീകമായി അല്ലെങ്കിൽ ഫാദർ എന്ന ടൈറ്റിലോട് കൂടി നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ആധികാരികമായ ഗ്രന്ഥം ബൈബിളാണ്. അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന ചെറിയ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അച്ഛന്റെ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഈ കുപ്പായം ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പൊതുസമൂഹം കാണുന്നത് നമ്മൾ കർത്താവിന്റെ സഭയുടെ പ്രതിനിധിയായിട്ടാണ്, അല്ലാതെ നമ്മളെ സൈക്കോളജിസ്റ്റ് ആയിട്ടല്ല കാണുന്നത്. ഇതേ പ്രതിസന്ധി എനിക്ക് പലപ്പോഴും വരാറുണ്ട്. കാരണം ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ചില കാര്യങ്ങളിൽ, നമ്മൾ ഈ ആൾക്കാരെ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിൽ നമുക്ക് പരിഹാരം പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ആയിട്ട് നമ്മൾ മറുപടി പറയേണ്ടതായി വരും. ആ തരത്തിലൊരു മറുപടിയാണ് ഇവിടെ ഇപ്പോൾ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് തെളിച്ചു പറയണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒരു സൈക്കോളജിസ്റ്റ് എന്ന അഭിപ്രായത്തിലാണ്.
ഇനി ഞാനൊരു അച്ഛൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എനിക്ക് ഈ കാര്യത്തെ സപ്പോർട്ട് ചെയ്യാനാവില്ല എന്ന് തന്നെ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ അച്ഛന്റെ ആ സംസാരത്തിൽ അച്ഛൻ തന്നെ പറയുന്നു, ഒന്നോ ഒന്നരയോ മൂന്നോ പെഗ് വരെ അടിക്കുന്നത് അയാളെ നമുക്ക് ഡ്രങ്കർഡായിട്ടും കണക്കാക്കാൻ ഒക്കില്ല, ഇത് പാപവുമല്ല എന്ന് പറയുന്നു. അപ്പോൾ അച്ഛന്റെയും അഭിപ്രായം അത് തന്നെയാണ് എന്നതാണ് അതിന്റെ പ്രശ്നം. എന്തടിസ്ഥാനത്തിലാണ് അച്ഛൻ ഇത് പാപമല്ല എന്ന് പറഞ്ഞത്? മദ്യപാനം, ഒരു ഡ്രിങ്ക് എടുക്കാം എന്നല്ലെങ്കിൽ 30 മില്ലി അടിക്കാം എന്ന് എന്റെ ബൈബിൾ ക്ലാസ്സിന് വന്ന സുഹൃത്ത് പറയുകയും അച്ഛൻ അത് 3 പെഗ് വരെ ആകാം എന്ന് പറഞ്ഞാൽ 90 മില്ലി വരെ ഉപയോഗിക്കാം എന്ന് പറയുകയും ചെയ്യുമ്പോൾ 30 മില്ലി കഴിക്കുന്ന അല്ലെങ്കിൽ 1 ലിറ്ററൊക്കെ അടിക്കുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. അതിൽ പലരും മരിച്ചുപോയി. അവരൊക്കെ പറയുന്നത് അത് കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. WHO എന്ന് പറയുന്നു എന്നതനുസരിച്ച് ഒരു സൈക്കോളജിസ്റ്റിന് ഇടപെടാം. ബൈബിൾ എന്ത് പറയുന്നു എന്നനുസരിച്ച് ഒരു ശുശ്രൂഷകൻ ഇടപെടാൻ കഴിയുകയും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഗൗരവമായ കാര്യം, ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരുപാട് കാര്യങ്ങളിൽ സഭ ഒരു മൃദു സമീപനം സ്വീകരിച്ചതാണ് ഇന്നത്തെ ജനത്തിന്റെ പരാജയത്തിന് കാരണം. ജനത്തിന് വിച്ച് ഈസ് ബ്ലാക്ക് ആൻഡ് വിച്ച് ഈസ് വൈറ്റ് എന്ന് കൃത്യമായി തിരിച്ചു കൊടുക്കാതെ ചെറുസത്യങ്ങൾ പറഞ്ഞ് അല്പസത്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു ശരിക്കും ഇരുണ്ട ഇടത്തേക്ക് ഒരു അല്പം വെളിച്ചം വിതറിക്കൊണ്ട് ആ ഇരുണ്ടതും ഒരു പരിധിവരെ ശരി തന്നെയാണ്, ഇരുട്ടും ഒരു പരിധിവരെ ശരി തന്നെയാണ്, ഇരുട്ടിന്റെ പ്രവർത്തികൾക്കും 1% വരെ അല്ലെങ്കിൽ ഒരു പരിധിവരെ ന്യായീകരണമുണ്ട് എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയെടുത്താണ് പാപത്തെ ജനം ആപേക്ഷിക സംഭവമായി കണക്കാക്കാൻ തുടങ്ങിയത്. അവിടെയാണ് ജനം പരാജയത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയത്. ഇതാദ്യം ആരംഭിച്ചത് കാത്തലിക്കിൽ തന്നെയാണ്. പാപങ്ങളോടൊരു മൃദു സമീപനം, ഒരു മനോലാഘവത്വത്തോടുകൂടി പാപങ്ങളെ ഫേസ് ചെയ്യുക. നാളുകൾ കഴിയുമ്പോൾ ഇത് പെന്തക്കോസ്റ്റിലും എത്തിയിരിക്കുന്നു എന്ന വസ്തുത തിരിച്ചറിയണം. പെന്തക്കോസ്റ്റ് ആദ്യ കാലങ്ങളിൽ ശരിക്കും കൃത്യമായ ഒരു വേർപാട് സ്റ്റാൻഡ് ചെയ്തിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ ആഭരണമാകാം എന്നൊരു തലത്തിലേക്ക് എത്തി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഭയങ്കര ദൈവപ്രവൃത്തി എങ്ങോട്ടോ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ പരസ്യം പെന്തക്കോസ്റ്റുകാരുടെ ചാനലിൽ വന്നത് ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ളൊരു കോലത്തെ ഒരിക്കലും ഒരിടത്തും അടുപ്പിക്കാതിരുന്ന ഇടമാണ് IPC എന്ന് നമ്മൾ അറിയണം. എന്ന് പറഞ്ഞാൽ IPCയുടെ ജനറൽ കൺവെൻഷന്റെ പുരയ്ക്ക് തൂണ് നാട്ടാൻ വന്ന ചെറുക്കൻ, അതിന് കുഴി കുത്താൻ വന്ന ചെറുക്കൻ രക്ഷിക്കപ്പെട്ടില്ലെന്ന ഒറ്റ കാരണത്താൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ലെന്ന ഒറ്റ കാരണത്താൽ അയാളെ അവിടെ പുരയ്ക്ക് തൂണ് നാട്ടാൻ കുഴി കുത്താൻ അനുവദിക്കാതിരുന്ന പിതാക്കന്മാരുടെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. ഇന്നത്തെ കാലം ഈ പരുവത്തിന് നമ്മൾ എത്തിയിരിക്കുന്നു. എല്ലായിടത്തും ദൈവകൃപയുണ്ട് എന്നും ഇവകൾ ധരിക്കുന്നതിൽ സാരമില്ല എന്നും പറയുന്ന 3ാം തലമുറക്കാർ അടുത്ത തലമുറ എത്തുമ്പോൾ ദൈവം തന്നെ ഇല്ല എന്ന് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ടെന്നല്ല, നിശ്ചയമായി പറയും. കാര്യം, ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നിരിക്കുന്നു, പൈശാചികനോട് മനുഷ്യൻ അടുത്തിരിക്കുന്നു എന്നതാണ് അർത്ഥം. കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിച്ചിരിക്കും, മരിക്കും നിശ്ചയം. അതിനെ ചെകുത്താൻ എന്ന് പറയുന്നത് അങ്ങനല്ല. ഇത് തിന്നുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾ കർത്താവിനെ പോലെയാകും, നിങ്ങളുടെ കണ്ണ് തുറക്കും. ആ വൃക്ഷഫലം സ്ത്രീ കാണുമ്പോൾ പിന്നീട് ഒരുപാട് പ്രത്യേകതകളോടുകൂടിയാണ് കാണുന്നത്. കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. ഇവകളെല്ലാം ചെകുത്താൻ അവരിൽ ചുരത്തിയ പൈശാചിക സ്വാധീനങ്ങളായിരുന്നു. അവകളിൽ കൃത്യമായി ഹൗവ പെട്ടുപോവുകയും ആദമിനെ വീഴ്ത്തുകയും ചെയ്തു. അങ്ങനെ മുഴുവൻ മാനവകുലവും പാപത്തിലേക്ക് വീണു മടക്കിക്കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇത്തരത്തിലൊരു അനുരഞ്ജന പരിപാടിയല്ല ചെയ്തത്. മരണം വരിച്ചുകൊണ്ട് നമ്മുടെ മേൽ ശത്രുത്വത്തിൽ ഉണ്ടായിരുന്ന മരണത്തെ എടുത്തുമാറ്റി നമുക്ക് ജീവൻ തരികയാണ് ഉണ്ടായത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ മനോലഘുത്വം, പാപത്തോടുള്ള നമ്മുടെ മൃദു സമീപനം പരാജയത്തിൽ നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നതിന് സംശയം വേണ്ട. യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ എത്തുമ്പോൾ അവിടെ ഇങ്ങനെ കർത്താവ് പറയാണ്, മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി. മനോലഘുത്വം, ഷേക്കിംഗ് ഷോൾഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ
സാരമില്ല, അതിനിപ്പോ എന്താ കുഴപ്പം? അങ്ങനെ ചെയ്യാത്ത ആരാ ഇവിടെ ഉള്ളേ? മനോലഘുത്വത്തോടെ ചെയ്ത പാപം പരസംഗം ഹേതുവായി ദേശം മലിനമായി പോയി എന്ന് തിരുവെഴുത്ത് പരാമർശിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 5-ാം അധ്യായം ഒടുവിലത്തെ ഭാഗം വരുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. 30-ാം വാക്യം, വിസ്മയവും ഭയങ്കരവുമായത് ദേശത്ത് സംഭവിക്കുന്നു. പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു, പുരോഹിതന്മാരും അവരോട് ഒരു കൈയായി നിന്ന് അധികാരം നടത്തുന്നു. എന്റെ ജനത്തിനോ അതിഷ്ടമാകുന്നു, എന്നാൽ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും? വളരെ മനോഹരമായിട്ട് ഇവിടെ ഒടുക്കം നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് പ്രവാചകന്മാരും പുരോഹിതന്മാരും ജനവും ഒറ്റക്കെട്ടായി പാപത്തോട് മറുതലിക്കാതെ പാപത്തോട് മൃദുസമീപനം എടുക്കുന്നു എന്ന് പരാമർശിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഏതായാലും പഴയ നിയമ പ്രവാചകന്മാർ ഓരോരുത്തരായി നടന്ന് സംസാരിക്കുന്ന കാര്യം, എന്റെ ജനം പാപം വിട്ടുമാറുന്നില്ല. പുരോഹിതന്മാർ മലിനവും നിർമ്മലിനവും തമ്മിലുള്ള വ്യത്യാസം ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല. വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വ്യത്യാസം ജനത്തിന് പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന കംപ്ലൈന്റ് ഒക്കെ പ്രവാചകന്മാരിലൂടെ കർത്താവ് പറയുന്നുണ്ട്. ഏതായാലും ആ ഭാഗം അവിടെ നിൽക്കട്ടെ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയി നിങ്ങളെ പ്രയാസപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നില്ല. മദ്യത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന പ്രധാനപ്പെട്ട 1-2 വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം എന്ന് കരുതുകയാണ്. പഴയ നിയമത്തിൽ ശലോമോൻ പറയുന്നത് സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യമായ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർക്കും തന്നെ. എത്ര പെഗ് കഴിക്കാമെന്നാണ് അവിടെ പറയുന്നത്? മദ്യം രുചിച്ചു നോക്കുവാൻ പോകുന്നവർ. ഒരു പെഗ് എടുക്കണമെന്ന് ശരിക്കും പറയുന്നില്ല അവിടെ. രുചിക്കുവാൻ പോകുന്നവർ. വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുക എന്ന് പറഞ്ഞാൽ വീഞ്ഞ് യഹൂദന്റെ, നമ്മൾ ചായ കുടിക്കുന്നത് പോലെയുള്ള ഒരു പാനീയമാണ് അവനെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ്. അപ്പോൾ ഇവിടെ പറയാണ്, വീഞ്ഞു കുടിച്ച് നേരം വൈകിക്കുകയും മദ്യം ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നവനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. വീഞ്ഞ് ചുവന്ന് പാത്രത്തിൽ തിളങ്ങുന്നതും രസകരമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. എന്താ അടുത്ത പ്രശ്നം? നിന്റെ കണ്ണ് പരസ്ത്രീകളെ നോക്കും, നിന്റെ ഹൃദയം വക്രത പറയും. അപ്പോൾ നോർമൽ ഡ്രിങ്കിന്റെ കൂടെയുള്ളത് തന്നെയാണ് ഈ പ്രത്യേകതകളെല്ലാം. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെയും പാമരത്തിന്റെ മുകളിൽ ഉറങ്ങുന്നവനെ പോലെയും ആകും. എന്ന് പറഞ്ഞാൽ നീ അപകടത്തിലാണ് യാത്ര ചെയ്യുന്നത്. നിനക്ക് സുരക്ഷിതത്വമില്ല, നിനക്ക് രക്ഷയില്ല എന്നാണ് അതിന്റെ അർത്ഥം. 35 എന്നെ വളരെയധികം ചിന്തിപ്പിച്ചത്. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. ഒരു പെഗടിക്കണമെന്ന് ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് വാദിച്ച മനുഷ്യന്റെ വാദം കണ്ട് ഞാൻ വാസ്തവത്തിൽ ഞെട്ടിപ്പോയി. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് വലിയ കാര്യത്തിന് വേണ്ടി അദ്ദേഹം വാദിക്കുന്നത് പോലെയാണ് നിർബന്ധിക്കുന്നത്. ഒരു പാപം ചെയ്യാൻ വേണ്ടി അദ്ദേഹം കാണിക്കുന്ന വ്യഗ്രത ഒരു ആത്മീക കാര്യത്തിന് എടുത്തിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അപ്പോൾ അയാൾ വളരെ കൂളായിട്ട് പറയുകയാണ്, ഇത് ഒന്നടിച്ച് കഴിയൂ തീരൂ എന്നുള്ള മട്ടിന്. ഇവിടെ തന്റെ അച്ഛൻ പറയുക 3 അടിച്ചാലും പാപമല്ല എന്നാണ്. വിശ്വാസി എന്ത് ചെയ്യും? അതവിടെ പറയുന്നത്. അങ്ങനെ മദ്യപിച്ചിരിക്കുന്നവനെ നമ്മൾ ഉപദേശിച്ചാൽ അവനെ കുറിച്ച് പറയുകയാണ്, അവരെന്നെ അടിച്ചെനിക്ക് നൊന്തില്ല, അവരെന്നെ തല്ലി ഞാൻ അറിഞ്ഞതില്ല, ഞാൻ എപ്പോൾ ഉണരും, ഇനിയും അത് തന്നെ തേടും എന്ന് നീ പറയും. എന്ന് പറഞ്ഞാൽ നാളെ ഞാൻ ഒന്നടിക്കും. അച്ഛൻ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ നാളെ ഞാൻ 3 പെഗ്ഗെടുക്കും, മറ്റന്നാളും ഞാൻ 3 പെഗ്ഗെടുക്കും. കാരണം ഐ ക്യാൻ ടേക്ക് അറ്റ്ലീസ്റ്റ് 3. അല്ലെ? ഇറ്റ്സ് നോട്ട് സിൻ അറ്റ് ഓൾ. അത്തരത്തിലൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനോമുകുളത്തിലേക്ക് കടത്തിവിട്ടത് ഒരു സഭയുടെ നാഥനായി ചമഞ്ഞു നിൽക്കുന്ന ഒരു ശുശ്രൂഷകനാണെങ്കിലോ എത്ര അപകടകരമാണത്. എഫേസ്യർക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് ലേഖൻ പറയുമ്പോൾ ഇങ്ങനെയാണ് 18-ാം വാക്യത്തിൽ പറയുന്നത്, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് മറ്റൊരു വ്യാഖ്യാനം ഇവർ കൊടുക്കും, വീഞ്ഞു കുടിക്കാൻ മത്താകരുത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്ന്. നോ, വീഞ്ഞു കുടിച്ചാൽ മത്താകും. അപ്പോൾ ഇവർ മറ്റൊരു വാക്യം കൊണ്ടുവരും, തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്യം, നിന്റെ അജീർണനത്വം നിമിത്തം അല്പം സേവിച്ചു കൊള്ളുക. അത് ഇത്തരത്തിലുള്ള ഒരു മദ്യപാനത്തിന് വേണ്ടിയുള്ള ഒരു സൗകര്യം കൊടുക്കുന്ന വാക്യമല്ലത്. കാരണം ഒരു ശുശ്രൂഷകനെ കുറിച്ച് പറയുമ്പോൾ 1 തീമോഥെയോസ് 3-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ശുശ്രൂഷകൻ മദ്യപ്രിയനും തല്ലുകാരനും അരുത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ പറയാം, മദ്യത്തോട് പ്രിയമുള്ള ഈവൻ ഒരു പെഗ്ഗെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ
ഹി ഈസ് നോട്ട് സ്യൂട്ടബിൾ ടു ബി എ ലീഡർ. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതെന്നാണ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമുള്ളതാകും. അപ്പോൾ ശരിക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടാണ് പൗലോസ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതേ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുകയാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ദാറ്റ് മീൻസ് വാക്ക് ബൈ സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജഡത്തിന്റെ പ്രവർത്തികളോ ഒരു 15 ഐറ്റം അവിടെ പറയുന്നുണ്ട്. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തിയാ. ഇതിലേതൊരെണ്ണം ഉണ്ടെങ്കിലും നമ്മൾ ജഡീകരാണ്. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് മദ്യപാനം അടക്കം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ആരോ ഇടയ്ക്ക് പറയുന്നുണ്ട്, ബാക്കിയുള്ളതെല്ലാം വേണ്ടേ? അതെ, 15 ഐറ്റവും ഉണ്ടായാലേ കഴിയൂ. മദ്യപാനം, ബാക്കി എനിക്ക് എല്ലാ സ്വഭാവങ്ങളും ഉണ്ടെന്നത് കൊണ്ട് മദ്യപാനം കൂടി സൂക്ഷിക്കാം എന്നതിനർത്ഥമില്ല. വിശുദ്ധരെ എനിക്കറിയാം, അവർക്ക് അസൂയുള്ളവരാണ്, പകയുള്ളവരാണ്, പിണക്കമുള്ളവരാണ്, ജാരശങ്കയുള്ളവരാണ്. ദാറ്റ്സ് വൈ ഞാനിതൊരെണ്ണം കഴിക്കുന്നതിന് എന്താണ് കുഴപ്പം എന്ന് പറയുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം അവരെല്ലാവരും നരകത്തിൽ പോകുമ്പോൾ എനിക്ക് പോകുന്നതിന് എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. അതുകൊണ്ട് മദ്യപാനം 1 പെഗ്ഗെടുത്താലും 3 പെഗ്ഗെടുത്താലും 30 പെഗ്ഗെടുത്താലും ഒരേ എഫക്ട് തന്നെ എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. ഇനി കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ കേസും വഴക്കും അത് അനീതിയാണെന്നും അത് അന്യായമാണെന്നും സൂചിപ്പിച്ചുകൊണ്ട് പൗലോസ് പറഞ്ഞിട്ട് 9 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുകയാണ്, അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? ആ അന്യായത്തോട് ചേർത്ത് പറയുകയാണ്, നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പുകാരൻ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. കണ്ടോ? അപ്പോൾ മദ്യപൻ എന്ന് പറയുമ്പോൾ 3 പെഗ്ഗിലധികം കഴിക്കുന്നവനെന്ന് WHO ആണ് പറയുന്നത്. ഒരിക്കലും തിരുവെഴുത്ത് അങ്ങനെ അനുശാസിക്കുന്നില്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വളരെ കൃത്യമായി സൂചിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ മദ്യപാനം ജഡത്തിന്റെ പ്രവൃത്തിയാണെന്ന് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ്. പിന്നെ ആരാണ് നമുക്ക് ഈ പാപത്തെ ലഘൂകരിച്ചു തന്നത്? ഈ പാപത്തെ ചെയ്യാൻ ആഗ്രഹമുള്ള പള്ളിയിലച്ചന്മാരാണ്. ഇനി തിരുവഴുത്തിലെ എക്സാമ്പിൾസ് നമുക്ക് നോക്കിയാൽ അറിയാം. വീഞ്ഞു കുടിച്ച് മത്തരായവരുടെ ചരിത്രം. നോഹയെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ വളരെ കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. നോഹ വീഞ്ഞു കുടിച്ചു. എന്താ സംഭവിച്ചത്? വസ്ത്രം മാറിക്കിടന്നു. പിന്നീട് അദ്ദേഹം എഴുന്നേറ്റ് തന്റെ മകനായ ഹാമിനെ ശപിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. നമുക്കറിയാം ലോത്തിന്റെ ചരിത്രം. അത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം 30 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു. ലോത്തിന് വീഞ്ഞു കുടിച്ച് മത്തനായ ശേഷം സ്വന്തം കുഞ്ഞുങ്ങളിൽ മക്കളെ ജനിപ്പിക്കേണ്ട തലത്തിലേക്ക് താൻ അധപ്പതിച്ചു പോയി എന്ന് നമ്മൾ തിരുവെഴുത്തിൽ കാണുന്നു. അതുപോലെ ലൂക്കോസ് വിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്ന മുടിയംപുത്രന്റെ ചരിത്രം. അതിലും അദ്ദേഹം ദുർനടപ്പുകാരനായി മദ്യപിച്ചു നടന്നു എന്ന് പറയുന്നു. അപ്പൊ ദുർനടപ്പ്, മദ്യപാനം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരുന്ന പാക്കേജ് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകുന്ന ഒരു പാക്കേജിലാണ്. ദൈവത്തിന്റെ അടുക്കലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, വിശുദ്ധിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന, നന്മയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് 1 പെഗ്ഗും എടുക്കാൻ അനുവാദം തിരുവെഴുത്ത് നൽകുന്നില്ല എന്ന വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. അതുകൊണ്ട് മദ്യപാനത്തിന് ഒരു ആനുകൂല്യം, ഒരു അനുവാദം, ഒരു കാരണത്തിൽ, ഇതിനൊക്കെ പല കാര്യങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകളിലെല്ലാം ആൽക്കഹോൾ ഉണ്ട്. മരുന്ന് ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും രണ്ടാണ്. അപ്പോൾ ചിലര് പറയുന്നത് ഇത് ഓരോ പെഗ് കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിന് നല്ലതാണ്. നമ്മുടെ ആത്മീക ജീവിതത്തിന് തടസ്സം വരുത്തിക്കൊണ്ട് ദഹനത്തിന് മരുന്ന് കഴിക്കേണ്ടെന്ന ആവശ്യമില്ല. ശരീരത്തിന് കൊടുക്കേണ്ടുന്ന അളവ് മാത്രം ഫുഡ് കൊടുക്കുകയാണെങ്കിൽ, ശരീരത്തിന് ദഹിക്കാൻ കഴിയുന്ന ഫുഡ് നിങ്ങൾ കൊടുക്കുകയാണ് എങ്കിൽ ഒരു കാരണവശാലും ദഹനത്തിന് വേണ്ടി മറ്റൊരു സാധനം നിങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരില്ല.
അതിന് യാതൊരു സംശയവും വേണ്ട. ഇതുപോലുള്ള മുടന്തൻ ന്യായങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പാവം ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ അനുവദിക്കാതെ ലോകത്തിൽ കുടുക്കിയിടുകയാണ് ചെകുത്താന്റെ ധർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കൾ, നിർബന്ധമായും കാര്യം തിരിച്ചറിയണം. നിങ്ങളെ ആരും തെറ്റിച്ച് കളയാതിരിക്കാൻ സൂക്ഷിക്കണം. കൃത്യമായി ദൈവത്തിന്റെ ഇടപെടൽ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെ നമ്മൾ തള്ളിക്കളയാതിരിക്കാൻ സൂക്ഷിക്കണം. ആരും ഏതു വിധേനയും നിങ്ങളെ തെറ്റിച്ച് കളയരുത്. വിഗ്രഹങ്ങളെ ആരാധിക്കാതിരുന്നാൽ മതിയെന്നും വീട്ടിൽ വിഗ്രഹം ഇരിക്കുന്നതിൽ തെറ്റില്ലെന്നും പഠിപ്പിച്ചുകൊണ്ട് വ്യത്യസ്ത തരം വിഗ്രഹങ്ങളെ ഉണ്ടാക്കി തന്ന് ഇന്ന് വിഗ്രഹാരാധകരാക്കി ജനത്തെ മാറ്റിയിരിക്കുകയാണ് കാത്തലിക്. അതിനും അവർക്ക് പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ട്. ഇവകളെല്ലാം അന്യായമായ ന്യായങ്ങളാണ്. മറിയത്തെ ആരാധനയ്ക്കായി കൊണ്ടുവന്ന് നിർത്തിക്കൊടുത്തു, കൊന്ത കൊണ്ടുകൊടുത്തു, ഒരുപാട് തിരുനാളുകളും പെരുന്നാളുകളും കൊണ്ടുകൊടുത്തു, തിരുവസ്ത്രങ്ങളും അവശിഷ്ടങ്ങളും കൊണ്ടുകൊടുത്തു. പാപം ജനത്തെ അവർ വഴിപിഴപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് വലിയൊരു ബറ്റാലിയൻ ജനം വഴിപിഴച്ച നിലയിൽ മുൻപിലേക്ക് ഗമിക്കുകയാണ്. തിരുവെഴുത്ത് പരിശോധിച്ച് ഇവകൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് നോക്കുവാൻ പോലും കഴിയില്ലാത്ത വിധം തിരുവെഴുത്തുകൾ പോലും സഭയുടേതാണെന്ന് വരുത്തിക്കൊണ്ട് ആത്മീയതയുടെ അടിവേര് വെട്ടുകയാണ് ഇന്ന് പിശാച് റോമൻ കാത്തലിക് എന്ന സംഘടനയിലൂടെ. അതുകൊണ്ട് മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ തിരുവെഴുത്തുകളെ ആഴത്തിൽ പഠിക്കുകയും ഗൗരവമായി ഗ്രഹിക്കുകയും ചെയ്യണം. ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കണം. 3 പെഗടിച്ചാൽ പാപമല്ല എന്നും 3 പെഗടിച്ചാൽ അത് അയാൾ മദ്യപാനി അല്ല എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു എന്ന കാര്യം ശരിയാണെങ്കിലും, പള്ളിയിൽ അച്ഛൻ അത് 3 അടിച്ചു കൊള്ളാൻ കുഴപ്പമില്ല, അയാൾ മദ്യപാനി അല്ലത് പാപവുമല്ല എന്ന് പറയുമ്പോഴും, രക്ഷിക്കപ്പെട്ട പെന്തക്കോസ്തുകാരനെന്ന് ചിന്തിക്കപ്പെടുന്ന സഹോദരൻ 1 അടിച്ചാൽ തെറ്റില്ല എന്ന് പറയുമ്പോഴും, ചെറുവിരലിൽ മുക്കി നാവിൽ വെച്ച് നോക്കിയാലും അത് പാപം തന്നെ എന്നതാണ് അതിലെ പ്രത്യേകത. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. പഴയ നിയമത്തിൽ ശാരീരിക ബന്ധം നടന്നാൽ മാത്രമേ അതിനെ വ്യഭിചാരമായി കണക്കാക്കുന്നുള്ളൂ. പുതിയ നിയമത്തിൽ എത്തുമ്പോൾ അതിന്റെ അർത്ഥം തന്നെ മാറുകയാണ്. മോഹിക്കേണ്ടതിന് നോക്കിയാൽ ഹൃദയം കൊണ്ട് പാപം ചെയ്തു പോയി എന്ന് തിരുവെഴുത്ത് സംസാരിക്കുകയാണ്. അതുപോലെ തന്നെ മദ്യം പഴയ നിയമത്തിൽ അതെടുത്ത് കുടിക്കുന്നതാണ് പാപമെങ്കിൽ, ഇന്ന് അത് ഗ്ലാസ്സിൽ ചുവക്കുന്നത് കണ്ടാൽ, പതഞ്ഞു പൊങ്ങുന്നത് കണ്ടാൽ തന്നെ അത് പരുവക്കേടാണ് എന്ന് തിരുവെഴുത്ത് പരാമർശിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ മദ്യപാനത്തെ ഫിസിക്കലി ഉപേക്ഷിക്കുകയല്ല, അതിനെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഉപേക്ഷിക്കണം എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഹൃദയത്തിൽ നിന്ന് തന്നെ അതിനെ പരിച്ഛേദന ചെയ്ത് ഉപേക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എങ്കിൽ 1 പെഗിനെ സാധൂകരിക്കുവാൻ എങ്ങനെ ഒരാത്മികന് കഴിയും? കാര്യം തിരിച്ചറിയുക. ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുമ്പോൾ തന്നെ മദ്യപാനം നിത്യജീവന് ഹാനികരമാണ്. മേ ഗോഡ് ബ്ലെസ് എവരിബഡി.